വൈ പേഴ്സണൽ ബ്രാൻഡിങ്? പലപ്പോഴും നമ്മൾ പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യുന്നതിൽ നിന്ന് പുറകോട്ട് പോകാനുള്ള പ്രധാനപ്പെട്ട ഒരു റീസൺ മറ്റുള്ള ആളുകൾ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുമെന്നുള്ള ഒരു തെറ്റായ ധാരണയാണ്. നമ്മളൊരു കോണ്ടന്റ് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് മറ്റുള്ള ആളുകൾ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കും? നമ്മുടെ ഫാമിലി സർക്കിൾ, നമ്മുടെ ഫ്രണ്ട്സ് സർക്കിൾ, അല്ലെങ്കിൽ നമ്മളുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന ആളുകൾ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുമെന്നുള്ള ഒരു തെറ്റായ ധാരണ. നമ്മളൊന്ന് കണ്ണ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യുന്നതിനുള്ള ഇമ്പോർട്ടൻസ് എത്രമാത്രമാണ്. ഇന്ന് ഏത് മേഖലയിലും ഹൈലി സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ അവരുടെ പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യുന്ന കാര്യത്തിൽ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് പറയുന്നത് അതൊരു ലക്ഷറി സെഗ്മെന്റ് അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് മേഖലയിലായിക്കോട്ടെ, നമുക്കറിയാവുന്ന കാര്യങ്ങൾ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മളെ ചെറിയ ചെറിയ അച്ചീവ്മെന്റ്സ്, ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഡോക്യുമെന്റ് ചെയ്യണം, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പബ്ലിക്കിലേക്ക് ഷെയർ ചെയ്യണം. ഇത് ചെയ്യുന്നതിലൂടെ നമ്മുടെ മാർക്കറ്റ് വിസിബിലിറ്റി ഭയങ്കരമായിട്ട് ഇൻക്രീസ് ആവുന്ന കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്രോത്തിന് ഇത് ഭയങ്കരമായിട്ട് മുതൽക്കൂട്ടായി മാറും. അപ്പോൾ പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് പറയുന്നത്, ഞാൻ വീണ്ടും പറയുകയാണ്, ഇതൊരു ലക്ഷറി സെഗ്മെന്റ് അല്ല. അതുകൊണ്ട് തന്നെ സ്റ്റാർട്ട് നൗ.